എന്നോട് ഈ അടുത്ത കാലത്ത് ഏതാനും പേരൊരു സഭ തുടങ്ങുന്നതിനെ കുറിച്ച് വന്ന് ചർച്ച ചെയ്യും. ഞാൻ വളരെ സംശയാലുവായതുകൊണ്ട് ഞാനതിന് ധൈര്യം കാണിച്ചില്ല. ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കഴിയട്ടെ, ഒരു 4-5 കൊല്ലം നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ ഒഴിവാക്കി. ഈ ദൈവവിളി ഏറ്റവും അപൂർവമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അപ്രകാരം സംഭവിക്കുക എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ശരിക്കും ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. ആ കുന്തം ആരും താഴെ വെച്ചിട്ടില്ല എന്നേക്കുമായി. ആ കുന്തമുനകൾ ഇന്ന് സത്യവിശ്വാസികൾക്ക് നേരെ നീളുന്നുണ്ട്. പല രീതിയിൽ, രൂപത്തിൽ, ഭാവത്തിൽ. സഭ വളരണമെങ്കിൽ വേദനയുടെ വഴികളിലൂടെ നാം നടക്കേണ്ടതുണ്ട്. മൂന്ന് വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിൽ ഓർമ്മിക്കുന്നത്. ഒന്ന് നമ്മുടെ വർഗീസ് ചക്കാലയ്ക്കൽ പിതാവാണ്, മറ്റൊന്ന് അലക്സ് വടക്കുംതല പിതാവാണ്. ഈ 2 പിതാക്കന്മാരെ കണ്ടാലും ഈശോയെ കണ്ട അതേ അനുഭവം ഉണ്ടാകുന്നു എന്നുള്ളത് അവരോട് അടുത്ത് ഇടപഴകുന്ന എല്ലാവർക്കും സുവിദിതമായ സത്യമാണ്. അവര് ഈശോയെ അക്രമേൽ അഗാധത്തിൽ സ്നേഹിക്കുന്നവരും കർത്താവ് കരം പിടിച്ച് നടത്തുന്നവരുമായ അജപാലകരാണ്. അതുകൊണ്ട് തന്നെ അവർ അപ്രകാരം എല്ലാവർക്കും സുപരിചിതരും സുവിദിതരുമാണ്. പ്രിയപ്പെട്ട വർഗീസ് ചക്കാലയ്ക്കൽ പിതാവ് മണ്ണിന്റെ മണമുള്ള ഒരു അജപാലകനാണ്. വർഗീസ് എന്ന വാക്ക് ഗിയോർഗിന്റെ മലയാളമാണ് എന്ന് പറഞ്ഞാൽ കർഷകൻ എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ ആ വാക്കിന്റെ അർത്ഥം. അഥവാ അക്ഷരാർത്ഥത്തിൽ മണ്ണിനെ തൊടുന്നവൻ എന്നാണ്. ഗേ എന്ന് പറഞ്ഞാൽ മണ്ണ് എന്നാണ് ഗ്രീക്ക് ഭാഷയിലെ അർത്ഥം. അതിനെ തൊടുന്നവൻ, അതിൽ പ്രവർത്തിക്കുന്നവൻ എന്നാണ് ജോർജ് വർഗീസ് എന്നൊക്കെ പറയുന്നതിൻ്റെ ആത്യന്തിക അർത്ഥം. വർഗീസ് പിതാവ് ഒരുപാട് മണ്ണിൽ പണിയെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടും, അത് സാധ്യത കുറവാണ്. പക്ഷേ അദ്ദേഹം മണ്ണിനെ തൊടുന്ന മനുഷ്യൻ, മണ്ണിന്റെ എല്ലാ ദുഃഖങ്ങളും വേദനകളോടും സംവദിക്കാൻ കഴിവുള്ളവരാണ്. സാധാരണക്കാരിൽ ഒരുവനായി എത്ര പെട്ടെന്ന് ഇഴുകിച്ചേരാൻ അഭിമന്യ പിതാവിന് സാധിക്കുന്നു. പിതാവ് ഹൃദയം കൊണ്ട് ഹൃദയത്തോട് സംസാരിക്കാനുള്ള കഴിവുള്ള വ്യക്തിത്വമാണ്. കാർഡിനൽ ന്യൂമാനെ കോട്ട് ചെയ്ത് പറഞ്ഞാൽ കോർ ആദു കോർ ലൊക്കീതു എന്ന് അദ്ദേഹം പറയും. ഒരു അജപാലകന്റെ ഏറ്റവും വലിയ കഴിവായിട്ട് ന്യൂമാൻ പറയുന്നത് ഹൃദയം കൊണ്ട് ഹൃദയങ്ങളോട് സംവദിക്കാനുള്ള കഴിവ്. വാസ്തവത്തിൽ വർഗീസ് പിതാവിനെ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അഭിമന്യ പിതാവിന്റെ ഈ അന്യാദൃശ്യമായ സ്വഭാവ സവിശേഷതയാണ്. അഭിമന്യ അലക്സ് പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അലക്സ് പിതാവിലും തോമാശ്ലീഹായുടെ നന്മകളുണ്ട്. അലക്സ് പിതാവ്, തോമാശ്ലീഹായെ കുറിച്ച് നമുക്കറിയാം. തോമാശ്ലീഹ എല്ലാം വളരെ ആഴത്തിൽ പഠിക്കാൻ, അറിയാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. തോമാശ്ലീഹ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 5-ാം വാചകത്തില് ഈശോ താൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴി നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്കാ പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും എന്ന ചോദ്യത്തിന് ഈശോ സുന്ദരമായ ശുദ്ധഗ്രന്ഥത്തിലെ ഏറ്റവും ഹൃദയലാവണ്യമുള്ള മറുപടി പറഞ്ഞു, തോമസേ, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. അലക്സ് പിതാവ് അപ്രകാരം ആഴത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന വളരെ ജ്ഞാന വിശാരദനായ ഒരു പിതാവാണ്. വൈദികൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം, ദൈവജനം ജ്ഞാനം തേടി അവന്റെ പക്കലെത്തണം എന്ന് നമ്മൾ മലാഖിയുടെ പ്രവചനത്തിൽ വായിക്കുന്നെങ്കിൽ തീർച്ചയായും അലക്സ് പിതാവിൻ്റെ ഓരോ പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു കടലാസും പേനയുണ്ടായിരുന്നത് കുറിച്ചെടുക്കാമായിരുന്നു. അത്രമേൽ ഹൃദ്യമായിട്ട് പിതാവ് സംസാരിക്കുന്നു. കാര്യങ്ങളെ വളരെ വിശദമായി സൂക്ഷ്മമായി പഠിച്ച് പിതാവ് സംസാരിക്കുന്നു. ഇപ്പോൾ KCBC മെത്രാൻ സമിതിയുടെ സെക്രട്ടറി ജനറലായിട്ട് പിതാവ് പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം, പിതാവ് ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന കേട്ടാൽ എത്രയോ സൂക്ഷ്മതയോടെയാണ്.
അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ഒരാൾക്ക് ഒരു കാര്യത്തെ വിവരിക്കാനാവാത്ത വിധത്തിൽ അതിൻ്റെ എല്ലാ സൂക്ഷ്മാംശങ്ങളും ഉൾപ്പെടുത്തി പിതാവ് അവതരിപ്പിക്കുന്നതാണ്. പിതാവ് മെത്രാന്മാരുടെ സമ്മേളനത്തിൽ ഒരു വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും ഭംഗിയായി ആ വിഷയം ആർക്കും പറയാനാവാത്ത വിധം പിതാവ് കൃത്യമായി എല്ലാം ചെയ്യുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. അഭിയന്യ അലക്സ് പിതാവ് തീർച്ചയായും ഈ രൂപതയ്ക്ക് ഒരു അനുഗ്രഹമാണ്. അബ്രാഹം അനുഗ്രഹമായ കഥ ജനറാളച്ചൻ സൂചിപ്പിച്ചു. ശരിക്കും ഈ രണ്ട് പിതാക്കന്മാര് നമ്മുടെ ഈ രൂപതയ്ക്കും ഈ മലബാർ ദേശത്തിനും പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്കും അനുഗ്രഹമാണ്. മോശയും ജോഷുവായും എന്നതുപോലെ അവർ മുന്നിൽ പിന്നിൽ നമ്മെ നയിച്ചപ്പോൾ നമ്മുടെ ഈ രൂപത ഏറ്റവും കൃപയാർന്ന ദൈവാനുഗ്രഹത്തിൻ്റെ പുണ്യഭൂമിയായി മാറി എന്നുള്ളത് സത്യമാണ്. ഇന്ന് MMIC സഭയെ കുറിച്ചുകൂടി നമ്മൾ അനുസ്മരിക്കുന്നു. ഈ സഭ സ്ഥാപിക്കപ്പെട്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നതാണ് ഈ സഭയുടെ ആപ്തവാക്യം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവൻ പറയുന്നത് പോലെ ചെയ്യുക, അത് വാസ്തവത്തിൽ പരിശുദ്ധ കന്യകാമാതാവ് ഈ ഭൂമിയിൽ അവസാനമായി പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ട വാക്യമാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക. പരിശുദ്ധ അമ്മ ശിഷ്യത്വത്തിന്റെ സമ്പൂർണതയെ തൊടുന്നത് ഈ ഒരു മനോഭാവം സ്വന്തമാക്കുമ്പോഴാണ്. കർത്താവ് പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്ന നിർബന്ധ ബുദ്ധിയോടെ ജീവിക്കുക. ഈ സഭയുടെ കാരിസം എന്ത് എന്ന് അന്വേഷിച്ചപ്പോൾ പരിശുദ്ധ കുർബാനയോടുള്ള അവികലമായ ഭക്തി, പരിശുദ്ധ ദൈവമാതാവിനോടുള്ള കറകളഞ്ഞ സ്നേഹം, ഇവ രണ്ടും വഴി ദൈവജനത്തെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുക. ശരിക്കും ഏറ്റവും ബലവത്തായ തൂണുകളിലാണ് ഈ സഭ പടുത്തുയർത്തപ്പെടുന്നത് എന്നുള്ളത്, ഈ സഭയുടെ ഭാവി സുനിശ്ചിതമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ സാക്ഷ്യമാണ്. പരിശുദ്ധ കുർബാനയോടുള്ള ആഴമേറിയ ഭക്തി, അതുപോലെ തന്നെ പരിശുദ്ധ ദൈവമാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന വിശ്വാസ സ്ഥിരത, ഇത് രണ്ടും തീർച്ചയായും ഈ സഭയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാൻ പര്യാപ്തമാണ്. അഭിവന്യ ചക്കാലകൽ പിതാവാണ് ഈ സഭയുടെ രക്ഷാധികാരിയായി വർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തണ്ണിക്കോട്ടച്ചൻ വളരെ ഭാഗ്യമുള്ള മനുഷ്യനാണ്. കാരണം സാധാരണ പിതാക്കന്മാർക്ക് വലിയ സംശയങ്ങളാണ്. തോമാസിയായേക്കാളും കൂടുതൽ സംശയമാണ് ഒരു സഭ തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ വന്ന് ചർച്ച ചെയ്താൽ. എന്നോട് ഈ അടുത്ത കാലത്ത് ഏതാനും പേരൊരു സഭ തുടങ്ങുന്നതിനെ കുറിച്ച് വന്ന് ചർച്ച ചെയ്തു. ഞാൻ വളരെ സംശയാലുവായതുകൊണ്ട് ഞാനതിന് ധൈര്യം കാണിച്ചില്ല. ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കഴിയട്ടെ, ഒരു 4-5 കൊല്ലം നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ ഒഴിവാക്കി. ചക്കാലയ്ക്കൽ പിതാവ് അങ്ങനെയല്ല. ചക്കാലയ്ക്കൽ പിതാവിന് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ദർശനമുള്ളത് കൊണ്ട് തണ്ണിക്കോട്ടച്ചൻ ഈ ആവശ്യം പറഞ്ഞ പാടെ ചെയ്തു കൊടുത്തു എന്നുള്ളത് വളരെ മാതൃകാപരമാണ്, സന്തോഷകരമാണ്. പ്രിയപ്പെട്ട തണ്ണിക്കോട്ടച്ചനെ നമുക്കറിയാം, വളരെ വിശുദ്ധമായ മാതൃകാ ജീവിതം നയിക്കുന്നു. ഒരു സഭാസ്ഥാപകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പുണ്യപൂർണതയും വിശ്വാസ തീഷ്ണതയും മാതൃക അജപാലന ശൈലിയും പ്രിയപ്പെട്ട തണ്ണിക്കോട്ടച്ചനുണ്ട് എന്നുള്ളത് നാം എല്ലാവരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള സത്യമാണ്. അദ്ദേഹം എത്രയോ ലളിതമായി ശാന്തമായാണ് സംസാരിക്കുന്നത്, എല്ലാവരോടും ഹൃദ്യമായി ഇടപെടുന്നു. അദ്ദേഹം ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോഴും അദ്ദേഹത്തിന് ശേഷവും അദ്ദേഹത്തിന് മുൻപും എന്ന് അടയാളപ്പെടുത്താൻ തക്ക വിധത്തിൽ ആ ഇടവകയെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് എന്നുള്ളതിൻ്റെ പ്രകടമായ സാക്ഷ്യമാണ്. കൂടുതൽ ഞാൻ പറഞ്ഞ് തണ്ണിക്കോട്ടച്ചനെ പലരുടെയും ശത്രുവാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട തണ്ണിക്കോട്ടച്ച അച്ഛൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായും അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അച്ഛനിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവകരങ്ങളിലെ ഏറ്റവും ശക്തമായ ഉപകരണങ്ങളായി
തന്നെ വിട്ടുകൊടുക്കാൻ അച്ഛൻ കാണിക്കുന്ന മനസ്സാണ് അച്ഛനെ ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യനാക്കുന്നത്. ആ മനോഭാവത്തോടെ വളരുന്ന 11 വൈദികരും അതുപോലെ വൈദിക വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ഒരു ചെറിയ സമൂഹമാണ് അവരുടേത്. പക്ഷെ ആ ചെറിയ സമൂഹം മിശിഹ നട്ട കടുകുമണി പോലെയാണ്. അത് വളർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. സ്ഥാപനം കഴിഞ്ഞ് 10 കൊല്ലത്തിനുള്ളിൽ ഇത്രയും വൈദികരും വൈദിക വിദ്യാർത്ഥികളും ഉണ്ടാവുക, പ്രത്യേകിച്ച് ദൈവവിളി ഏറ്റവും അപൂർവമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അപ്രകാരം സംഭവിക്കുക എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ശരിക്കും ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്, പരിപാലനയുണ്ട്, ദൈവീക പദ്ധതിയുടെ നടത്തിപ്പുണ്ട് എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. തോമാശ്ലീഹായെ കുന്തം കൊണ്ട് കുത്തി ചിലർ കൊന്നു. ആ കുന്തം ആരും താഴെ വെച്ചിട്ടില്ല എന്നേക്കുമായി. ആ കുന്തമുനകൾ ഇന്ന് സത്യവിശ്വാസികൾക്ക് നേരെ നീളുന്നുണ്ട്. പല രീതിയിൽ, രൂപത്തിൽ, ഭാവത്തിൽ ഭാരതത്തിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്. പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയാൻ പോലും അവകാശമില്ലാത്ത വിധത്തിൽ നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നാം ഭയപ്പെടേണ്ട. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ക്രൂശിതനായ കർത്താവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 2-ാം തിരുവചനത്തിലാണ്. എന്താണ് ശ്ലീഹാ പറയുന്നതിന്റെ പൊരുള് എന്ന് ചോദിച്ചാൽ, ഈ ക്രൂശിതനാണ് നമ്മുടെ എക്കാലത്തെയും ഓഹരി എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. ഈ ക്രൂശിതന്റെ വഴിയാണ് നാം സഞ്ചരിക്കുന്നത്. സഭ വളരണമെങ്കിൽ വേദനയുടെ വഴികളിലൂടെ നാം നടക്കേണ്ടതുണ്ട്. ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവര്. വേദനയുടെ വഴികളിലൂടെ നടക്കാത്ത ഒരു സമൂഹത്തിനും വളർച്ച ഉണ്ടാവില്ല. ഒറ്റപ്പെടലുകളും ജീവിതത്തിന്റെ ഇരുണ്ട നാഴികളിലൂടെയുള്ള കടന്നുപോകലും വളർച്ചയുടെ ലക്ഷണങ്ങളാണ് എന്ന്. കാൽവരിയിലെ പിടഞ്ഞു മരണമുണ്ടെങ്കിൽ മാത്രമേ ഉത്ഥാനവും അതേ തുടർന്നുള്ള വിശ്വാസത്തിന്റെ സാക്ഷ്യങ്ങളും ഉണ്ടാവൂ. ഈശോ പറഞ്ഞു, തോമസേ, നീ എൻ്റെ കൈകൾ കാണുക, അവിശ്വാസിയാകാതെ വിശ്വാസിയാവും. ഈശോയുടെ മുറിവുകൾ കണ്ടപ്പോൾ തോമസ് വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കായി മുറിഞ്ഞവരുടെ, വേദനിച്ചവരുടെ കണ്ണുകളിൽ നോക്കിയാൽ നാം അറിയാതെ അവരെ സ്നേഹിച്ചു പോകും. അതാണ് തോമസ് വിളിച്ചു പറയുന്നത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. കർത്താവിൻ്റെ തിരുവിലാവ് കുന്തം കൊണ്ട് കുത്തിപ്പിളർന്നുവെങ്കിൽ ആ മുറിവ് കണ്ട മനുഷ്യൻ ഉച്ചത്തിൽ വിളിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. കർത്താവിൻ്റെ ഹൃദയം പിളർന്ന അതേ കുന്തം തോമാശ്ലീഹായുടെ ഹൃദയവും പിളർന്നു. പ്രിയപ്പെട്ടവരെ, അവന്റെ തിരുമുറിവുകളെ ധ്യാനിക്കും തോറും അവന് വേണ്ടി സഹിക്കാനുള്ള ആർദ്രതയും ആത്മാർത്ഥതയും നാം സ്വന്തമാക്കുമെന്ന സത്യം വിസ്മരിക്കരുത്. അതാണ് ശ്ലീഹാ പറഞ്ഞത്. അദ്ദേഹം ഏറ്റവും വേദനയോടെ എഴുതുന്നൊരു കത്താണ് കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനമെന്ന് സെമിനാരി പഠിച്ച കാലത്ത് അച്ഛന്മാര് പഠിച്ചിട്ടുണ്ട്. പൗലോസിന്റെ കണ്ണീര് കൊണ്ടുള്ള എഴുത്ത് എന്നാണ് അത് അറിയപ്പെടുന്നത്. പൗലോസ് തന്റെ സർവ്വവേദനകളെയും സംഗ്രഹിച്ചുകൊണ്ട് പറയുന്നതാണ്, ഞാൻ ക്രൂശിതനായ കർത്താവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെയും കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ക്രൂശിതന്റെ തിരുമുറിവുകൾ ധ്യാനിച്ച് ആ തിരുമുറിവുകളെ സ്വന്തം ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുമ്പോൾ സഭ വളരുന്നു, സുവിശേഷം ശക്തമായി വേരുവാകുന്നു എന്ന സത്യം നമുക്ക് ഓർക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം.